ഹലോ ഗൈസ്, വെൽക്കം ടു GA2 എക്സ്പ്ലോർ. GA2 എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവനാണ് ഇന്നത്തെ താരം. ലൗലോലിക്ക, ലൂബിക്ക എന്നൊക്കെ പറയും. നമ്മുടെ കോട്ടയം സൈഡിലൊക്കെ ലൂബിക്ക എന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. നമുക്കിവനെ കൊണ്ടൊരു ലൂബിക്ക കാന്താരി അച്ചാർ ഇട്ടാലോ? അപ്പം എങ്ങനെയാ, ഇടുകയല്ലേ? എങ്കിൽ വായോ, നമുക്ക് അച്ചാറിട്ടിട്ട് വരാം. നമ്മൾ ഇന്നിവിടെ അച്ചാറിടാൻ എടുത്തേക്കുന്നത് ഒരു മൺകലമാണ്. ആദ്യമേ മൺകലത്തിനകത്ത് നമ്മൾ ലൂബിക്ക കഴുകി, നല്ല ഫ്രഷ് ലൂബിക്ക വൃത്തിയാക്കി കഴുകി നമ്മൾ മൺചട്ടിയിലോട്ടിട്ടു. എന്നിട്ട് അതിന് ശേഷം ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ്. നമുക്കറിയാമല്ലോ ഇത്ര നെല്ലിക്ക എന്ന് മാത്രം ഉപ്പ് വേണമെന്ന് നമുക്കറിയാം. ഏകദേശം ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വെന്ത് വരാൻ സമ്മതിക്കരുത്. ചെറിയൊരു ചൂടൊക്കെ തട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അലുത്ത് പോകും. നമ്മൾ അച്ചാറിട്ടാൽ ഒരുപാട് നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് അലുത്ത് പോകും. ശരിക്കും പറഞ്ഞാൽ നല്ല കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതല്ലേ എപ്പോഴും അച്ചാറിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് അലുക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ലൂബിക്ക അച്ചാറിന് ആവശ്യമായത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, നമ്മുടെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി, കടുക്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചതച്ചിടാൻ വേണ്ടിയിട്ട് വിനാഗിരി, നല്ലെണ്ണ. ഇതാണ് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച ലൂബിക്ക. ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പി വെച്ചു. ഇതിനകത്തേക്ക് നമ്മുടെ നല്ലെണ്ണ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയ്ക്കകത്താണ് നമ്മളിന്നിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും ചട്ടിയുടെ ഒരുമാതിരി എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് ചൂടായതിന് ശേഷം കടുകൊക്കെ ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ കടുക് ഇടാൻ പോവാണ്. ലൂബിക്ക ഒരുപാട് ഉള്ളതുകൊണ്ടും അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇത്ര കടുക് ഇങ്ങനെ ഇടുന്നത്. ഇത് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷമേ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇടാവുള്ളൂ. കടുക് ഇട്ടത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ കടുക് ഇട്ട് കൊടുത്തു ഗൈസ്. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് കൈകൊണ്ട് പൊട്ടിച്ചാണ് ഞാൻ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തത്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതായത് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിൻ്റെ ഒരു പച്ച മണം ഒക്കെ പോകുന്നവരെ, ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാന്താരി സെറ്റാക്കാം. കാന്താരി നന്നായിട്ട് ചതയ്ക്കാൻ ഞാനൊരു കല്ലിനകത്ത് വെച്ച് കാന്താരി നന്നായിട്ട് ചതയ്ക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. കാന്താരി, അതായത് ലൂബിക്ക കാന്താരി അച്ചാർ എന്നാണ്. നമുക്ക് ലൂബിക്കയ്ക്ക് കാന്താരി അത്യാവശ്യമാണ്. കാന്താരി നന്നായിട്ട് ചതച്ച് ലൂബിക്കയ്ക്കകത്ത് ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറിയതിന് ശേഷം വേണം നമ്മൾ കാന്താരി, അതായത് ചതച്ച് വെച്ച കാന്താരി ഈ മസാലക്കൂട്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ നല്ല മണമായിരുന്നു. ഞാൻ ആ സമയത്ത് കാര്യം ആ മുളകിൻ്റെതും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വാടി വന്ന് ഈ എരിവ് മസാല, അതായത് എരിവൊക്കെ അതിനകത്തോട്ട് ഇറങ്ങുന്ന ടൈം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി കൂട്ടി ചേർത്ത് കൊടുത്തു. കാര്യം മസാല ഒരുപാട് വേണമല്ലോ ഇതിന്. പിന്നെ നമ്മുടെ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ കാന്താരി അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് എരിവായി പോവും. അതുകൊണ്ട് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ടും നമ്മുടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഉലുവാപ്പൊടി ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയുടെയൊക്കെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ അച്ചാറിലേക്ക്. കുറച്ച് കായം. ഇവിടെ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ കാന്താരിയും ഇഞ്ചിയും എല്ലാം ആയിട്ടുള്ള നല്ലൊരു മിക്സ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ താരമായ ലൂബിക്ക നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലൂബിക്കയോടൊപ്പം തന്നെ ഞാൻ ഇത് വേവിച്ച് വെച്ചിരുന്ന ആ വെള്ളം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ഞാൻ ഇടയ്ക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒഴിച്ചു കൊടുത്തു. ഞാൻ മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ വേവിക്കുന്ന സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമ്മൾ നന്നായിട്ട് നല്ല പതഞ്ഞ് വേവുന്ന വരെ നമ്മൾ ലൂബിക്ക വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അലുത്ത് പോകും. നമുക്ക് ഇങ്ങനെയൊന്നും മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല, ഒരുപാടിട്ട് ഇളക്കി മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് അലുത്ത് പോകും. എനിക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ലൂബിക്ക വേവിച്ച വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു ഇതിനകത്ത്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ, ഒരുപാട് വറ്റിക്കാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഗ്യാസിൽ ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ലൂബിക്ക കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഇത് 2-3 ദിവസം ഇരിക്കണം, എന്നാലും ഇതിൻ്റെ മസാലകളും ആ എരിവും പുളിയും എല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.